വെൽക്കം ബാക്ക്. ഇത് നമ്മളുടെ കൊടൈക്കനാൽ ട്രിപ്പിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. ഇതിന് മുന്നേ നമ്മളുടെ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണണം കേട്ടോ. ഇത് നമ്മളുടെ ഫസ്റ്റ് ഇട്ട വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. ഫസ്റ്റ് ഇട്ട വീഡിയോയിൽ നമ്മൾ അന്ന് ഈവനിങ്ങിൽ റൂമിലെത്തി ഫ്രഷായി ചായ കുടിക്കാൻ ഇറങ്ങിയ അവിടം വരെയായിരുന്നു കണ്ട് നിർത്തിയത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നമ്മളുടെ ഹോട്ടൽ റൂമിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, സൈഡിലൊരു കഫേ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കഫേയിൽ വന്നിട്ടായിരുന്നു ചായ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ ചായയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇഞ്ചി ചായയാണ്. ഇഞ്ചിയുടെ ഫ്ലേവർ വരും. എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല. എനിക്കൊന്ന് ഒരുപാട് പേർക്ക് അങ്ങനത്തെ ചായ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഞ്ചിയുടെ ഫ്ലേവർ വരുന്ന ചായ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ കോഫിയും പറഞ്ഞു, ഞാതി ചായയും പറഞ്ഞു. കോഫി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടമായി. ഒരു കയ്പ്പൊക്കെ, എനിക്ക് ചോക്ലേറ്റ് കയ്പ്പുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ആ കാപ്പിയും നല്ല ഇഷ്ടമായി. പിന്നെ ബ്രൗണി ഉണ്ടായിരുന്നു, അതും മേടിച്ചു. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടേക്കൊന്ന് കറങ്ങി നിന്നിട്ട് വീണ്ടും നമ്മളുടെ ഹോട്ടൽ റൂമിലേക്ക് വന്നതാണ് കേട്ടോ. ഇത് നമ്മളുടെ ഹോട്ടലിൽ എൻട്രൻസിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ കയറി വരുമ്പം തന്നെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അവർ സോഫയും മറ്റുമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഉള്ള നമ്മളുടെ ഹോട്ടൽ റൂമിൻ്റെ ഒരു ചെറിയ വ്യൂ ആണ്. അവരവിടെ ഒരു ചെറിയ ഗാർഡനൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ അപ്പുറവും ഇപ്പുറവും താഴെയും മുകളിലും എല്ലാം വേറെ വേറെ റിസോർട്ടും ഹോട്ടൽസും ഒക്കെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മൾ അതിനുശേഷം വീണ്ടും പുറത്തേക്ക് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി ഇറങ്ങി. ഇതിപ്പോൾ വന്നിട്ടുള്ളത് ഒരു വ്യൂ പോയിൻറ്റിലാണ്. എനിക്ക് പേരൊന്നും ഓർമ്മയില്ല, പേരൊന്നും ഞാൻ നോട്ട് ചെയ്തില്ല. കാരണം നമ്മൾ കൊടൈക്കനാലിനെ ഡീറ്റെയിൽ ചെയ്തല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ ഒരു ട്രിപ്പ് എങ്ങനെയായിരുന്നു അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ അല്ലേ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഭയങ്കര രസമായിരുന്നു. കടകൾ കച്ചവടങ്ങളൊക്കെ കാണാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇത് നമ്മളുടെ ഊട്ടി പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സെറ്റിന് അവർ പറഞ്ഞത് 200 rupees ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു കളർഫുള്ള് ചെറിയതിന് 150 150. പിന്നെ സൺഫ്ലവറിൻ്റെ കണക്കിരിക്കുന്ന ഒരു യെല്ലോ ചെറിയ പൂവുണ്ടല്ലോ, അത് മാത്രം 100. അങ്ങനെയായിരുന്നു അതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഒരു സ്വെറ്റർ മേടിക്കണമായിരുന്നു ഫൈസൂന് വേണ്ടി, മോനിക്ക്. കാരണം നമ്മൾ പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് മോനിക്ക് അങ്ങനത്തെ ഒന്നും എടുത്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ നമ്മൾ ഇന്ന് ഈ ഒരു ഡേയും കൂടെ ഉള്ളൂ. ഇന്ന് നൈറ്റ് നിന്നതിന് ശേഷം നമ്മൾ പിറ്റേന്ന് രാവിലെ ഹോട്ടലിൽ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. എന്നിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടങ്ങ് തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്നുള്ള രീതിയിലാണ് നമ്മൾ നിന്നത്. അപ്പോൾ ഒരു ഡ്രസ്സ് വേണമായിരുന്നു. അപ്പോൾ അവിടെ കൂടുതലുണ്ടായിരുന്നു ഈ ക്രിസ്മസ് പരിപാടിയൊക്കെ വരുമ്പോൾ ക്രിസ്മസ് അപ്പൂപ്പന്മാർക്ക് ഇടുന്ന ടൈപ്പിലെ സ്വെറ്റർ പോലത്തെ ഉടുപ്പുണ്ടല്ലോ, അതായി കാണുന്ന പോലെ ഇങ്ങനെ പന്നി പോലെ ഇരിക്കുന്നത്. പക്ഷേ അതൊക്കെയെന്ന് വെച്ചാൽ ഒറ്റ യൂസിനെ പറ്റൂ. പെട്ടെന്ന് അതിൻ്റെ പൂട പൊങ്ങി അങ്ങനെയൊക്കെ വരും. അതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഇടാൻ പറ്റില്ല. അവർ പൂടയൊക്കെ എടുത്ത് വായിലിച്ച് തിന്നുകയൊക്കെ ചെയ്യും. അങ്ങനെ കുറേ നോക്കിയതിന് ശേഷം ലാസ്റ്റ് ഈ ഒരു സംഭവം കിട്ടി. ഇത് ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടമായി. ഇതെന്ന് വെച്ചാൽ സാധാ നോർമൽ ബനിയൻ ക്ലോത്ത് പോലത്തെ ഒരു തുണിയായിരുന്നു. പൂട പൊന്തി വരും ഒന്നുമില്ല. ബട്ട് ഇവിടുത്തെ ഡ്രസ്സായതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി എത്ര ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും കുഴപ്പമില്ല, ഇഷ്ടമായതുകൊണ്ട് അത് മേടിച്ചിരുന്നു. പിന്നെ വീണ്ടും നമ്മളവിടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. അപ്പം ചോളം ഉണ്ടാക്കുന്നുണ്ട്. ചോളം ഉണ്ടാക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾ ആ ഉണ്ടാക്കുന്ന രീതി ഇതൊക്കെ കണ്ടപ്പോൾ ഒരെണ്ണം മേടിച്ച് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ഞങ്ങൾ മേടിച്ചു. ഞങ്ങൾ 4 ആളും കൂടെ കഴിച്ചതാണ് കേട്ടോ അത്. 2 എണ്ണം മേടിച്ചിട്ട്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു. എനിക്കും അതിൻ്റെ ഫ്ലേവർ മൊത്തത്തിലൊന്ന് ഇഷ്ടമായി. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് ദിവസം കണ്ടു. ഇതിപ്പോൾ ഈ കാണുന്നത് നമ്മുടെ 2ാമത്തെ ദിവസത്തെ രാവിലെയാണ് കേട്ടോ. രാവിലെ നമ്മൾ 10 മണിയായപ്പോഴത്തേക്ക് റൂം വെക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് കാറിൽ നമ്മളുടെ ലഗേജസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ലേക്കിൻ്റെ അവിടേക്ക് വന്നു. ലേക്കിൽ നമ്മൾ തലേന്ന്, അതായത് ഫസ്റ്റ് ഡേ തന്നെ രാത്രി ഒന്ന് കറങ്ങാനൊക്കെ പോയി. അതൊന്നും എനിക്കന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്നാലും ഞാൻ ഫുൾ എൻജോയ് ചെയ്യായിരുന്നു. ഫോണും കൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല. അപ്പോൾ പിറ്റേന്ന് നമ്മൾ രണ്ടും ലേക്കിൽ കയറി. എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്കിതിൽ സത്യം പറഞ്ഞാൽ വലിയ പേടിയില്ല. പക്ഷേ കയറുന്ന ടൈമിലൊരു ടെൻഷനാണ്. കയറി കുറച്ചങ്ങോട്ട് പോയി അതിനകത്തൊന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ടെൻഷനില്ല. കയറുമ്പോൾ അതിങ്ങനെ നാടേയും കുലുങ്ങിയൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു ടെൻഷൻ. അതാണ് എൻ്റെ മുഖമൊക്കെ ഒന്ന് മാറി വന്നത്. അതേപോലെ ഫൈസു ഭയങ്കര രസമാണ് കേട്ടോ. ഫൈസുവിന് ഒരു പേടിയില്ല. കുട്ടികളാണ്, അവർക്ക് പേടി ഉണ്ടാവില്ല. പക്ഷേ എന്നാലും അവന് ഒറ്റയ്ക്ക് അവിടെ ഇരിക്കാനൊക്കെ ഭയങ്കര ഇതായിരുന്നു. അങ്ങനെ അവനെ ആ നടുക്കായിരുന്നു ഇരുത്തിയിരുന്നത്. ഡേഞ്ചറാണ്, നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒന്ന് സ്ലിപ്പായാലും ഒഴുകി പോകും. ബാക്കിൽ പിടിക്കാനൊന്നുമില്ല. പക്ഷേ നമ്മൾ അത്രയും നല്ല കെയർഫുള്ളായിട്ടാണ് കേട്ടോ അവനെ ഇരുത്തിയിട്ടുള്ളത്.
അങ്ങനെ ഞങ്ങൾ 4 പേരും ആദ്യമേ ഒരു ബോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിനെന്താ പറയുക പേര്, ഞാൻ മറന്നുപോയി. അപ്പം 4 പേർക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അതെടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പിന്നീട് ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവർ രണ്ടാളും ഒന്ന് ഫ്രീ ആയിട്ട് പോയിക്കോട്ടെ, നമുക്ക് വേറെ രണ്ടായിട്ടുള്ള സെപ്പറേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എടുത്തു. അരമണിക്കൂറായിരുന്നു കേട്ടോ ഇതിന്. ഒരാൾക്ക് അതായത് 2 പേര് പോകുന്ന ഒരു ഇതിന് 200 റുപ്പീസായിരുന്നു. അങ്ങനെ ഒരു അരമണിക്കൂർ വരെ ഞങ്ങൾ അതിനകത്തേക്ക് ഒന്ന് എൻജോയ് ചെയ്ത് സ്ഥലത്തൊക്കെ വെറുതെ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് അരമണിക്കൂറായപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കയറാണ്. നല്ല രസമായിരുന്നു കേട്ടോ. ആ ഒരു ടൈമിൽ വലിയ കോടയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കുറച്ച് തണുപ്പും കുറവായിരുന്നു പിറ്റേന്ന്. അതൊക്കെ കഴിഞ്ഞിടാ നമ്മൾ തിരിച്ച് പോകുമായിരുന്നു വീട്ടിലേക്ക് കേട്ടോ. ബാക്കിയുള്ള സ്ഥലമൊക്കെ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ലേക്കിൽ മാത്രമേ കയറാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ലേക്കിൽ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ഭയങ്കര കോടയായിരുന്നു. നമ്മൾ ഹൈ റേഞ്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അത് അങ്ങനെ തന്നെ ആണല്ലോ, നമ്മൾ നിന്ന സമയത്ത് നമുക്ക് ഇത്രയും കോട. നമ്മൾ ഗുണ കേവിൽ പോയപ്പോൾ നമുക്ക് നല്ല സീസൺ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല കോട ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു അന്നത്തേതിലും ഒന്നും കൂടെ ബെറ്ററായിട്ട് നല്ല തണുപ്പും നല്ല കോടയൊക്കെ കയറി വരുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ തിരിച്ചു പോകുന്ന സ്ഥലത്തുള്ള ഒരു വ്യൂ കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിർത്തി ആ മഞ്ഞൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി നിർത്തിയതായിരുന്നു. എനിക്ക് ആ ടൈമിൽ വയ്യായിരുന്നു. എനിക്ക് ചെറിയ ശ്വാസം മുട്ടിൻ്റെ പ്രോബ്ലം വന്നു, തൊണ്ട കിച്ച് പ്രോബ്ലം ഉണ്ട്. എന്നാലും ഞാൻ ഇറങ്ങിയൊക്കെ വീഡിയോ ഇട്ട് എനിക്കിതൊക്കെ ആസ്വദിക്കാനും ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ബോഡിക്ക് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നുണ്ടായില്ല. അങ്ങനെ നമ്മളുടെ കൊടൈക്കനാൽ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ ചുരം വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കൊടൈക്കനാൽ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ബൈ.